മച്ചാണ്. മച്ചൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ഞാൻ ആദ്യമാണ് പറയാം. വീടിൻ്റെ ഉള്ളിൽ ചെതൽ വരിക, വാതിൽക്കട്ടിലെ ചെതൽ പിടിക്കുക, ജനവാതിൽ ചെതൽ വരിക, പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഉറുമ്പ് മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ പ്രശ്നം വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് പ്രതിവിധിയായിട്ട് നമ്മൾ ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോയ്ക്കൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മച്ചന്മാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. നമ്മൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ അടുത്തുള്ളൊരു തോടാണ് കേട്ടത്. നല്ല മീനൊക്കെ ഉണ്ട്, നല്ലൊരു സ്ഥലമാണ്. തോട് ഇങ്ങനെ ഒഴുകി വരുന്നു. എൻ്റെ ഈ കാണുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന വീട്. ഇത് ചെതലിനുള്ള ആ മരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 1.5 ഇഞ്ച് മെറ്റൽ വെച്ചിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തു. 2500 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. അപ്പം ഇതിൻ്റെ പ്ലാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വാട്ടർ പ്രൂഫിൻ്റെ പണി ഉണ്ടെച്ചാലും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുക. നമ്മൾ മെറ്റലിൻ്റെ മുകളിൽ നിരത്താനുള്ള കുമ്മായാണ് ഈ കൂട്ടുന്നത്. ഇത് 5-1 എന്നുള്ള തോതിലാണ് നമ്മൾ കൂട്ടുക. പിന്നെ നമ്മുടെ ടീമിൻ്റെ പേര് F&B എന്നാണ്. പ്രൊഫഷണലാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജെയ്സൊക്കെ അടിച്ച് നല്ല സെറ്റപ്പിൽ ഞങ്ങൾ വർക്കൊക്കെ ചെയ്യുള്ളൂ. ഇത് നമ്മൾ മണ്ണ് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം ഈ മെറ്റൽ മുകളിലിട്ട് ഇടിച്ചതാണ്. ഇടിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ 1 സ്ക്വയർ ഫീറ്റ് വീതിയിൽ നമ്മൾ കമ്പി 1 അടി താഴ്ചയിൽ അടിച്ച് താഴ്ത്തിയിട്ട് അതിലാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ കാണുന്നത് ഇപ്പം നമ്മൾ ചെയ്ത് വെച്ച കുമ്മായം പരത്തിയ സ്ഥലമാണ്. നമ്മൾ ഒഴിക്കുന്ന കെമിക്കൽ കറക്റ്റ് ആ 1 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിലേക്ക് തന്നെ പുറത്തേക്ക് പോവാതെ അതിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു വിദ്യയാണിത്. നമ്മൾ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് മാസ്ക്, ഗ്ലൗസ് ഇതൊക്കെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് ഞങ്ങൾ ഇപ്പോൾ എടുത്ത കെമിക്കൽ വല്ലാതെ ഒരു സ്മെല്ലൊന്നും വല്ലാതെ ഇല്ലാത്തൊരു സംഭവമാണ്. എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊക്കെ അതൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഇത് സ്ക്വയർ ഫീറ്റിന് 20 രൂപ അതിൻ്റെ താഴേക്ക് നമ്മൾ ഗ്യാരണ്ടി ബേസിലാണ് ഈ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെതൽ വരില്ല, വാതിൽക്കട്ടില ചെതൽ വരില്ല, സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊന്നും ഉറുമ്പ് വരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇത് പഴയ ബോട്ടിലെടുത്തിട്ട് നമ്മുടെ വയറിങ്ങിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കഷ്ണം എടുത്ത് ചൂടാക്കിയിട്ട് കുപ്പീൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് അതിലൂടെ ഇട്ടുകൊണ്ട് വലിച്ചാൽ മതി. എന്നാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ എടുക്കുന്ന കുപ്പിത്തട്ട് പോലത്തെ ഒരു സംഭവമായി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമാണ് ഈ സാധനം. 50 ലിറ്ററിൻ്റെ ഒരു വലിയ ബക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. അതിലേക്ക് 100 മില്ലി കെമിക്കലാണ് ഇപ്പോൾ ഈ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഇത് വെള്ളം നന്നായിട്ട് ഇത് നിറച്ച് ഒഴിക്കുക. അത് പൊന്തിച്ച് ഒഴിച്ചിട്ട് നല്ല കലങ്ങുന്ന രീതിയിൽ വേണം ഒഴിക്കുക. നല്ല മിക്സ് ആവണം. സുനേട്ടാ ഇങ്ങോട്ട് വരും, ഒന്ന് വയ്യക്കി. ഒരടി താഴ്ചയിൽ നമ്മൾ കമ്പി വെച്ച് അടിച്ചിട്ട് കുഴി ഉണ്ടാക്കിയതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുപ്പിത്തട്ട് വെച്ചിട്ട് ഒഴിക്കുകയാണ്. ഈ കുപ്പിത്തട്ടിൻ്റെ ഉപകാരം മനസ്സിലാവണം വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതായത് വെള്ളം കറക്റ്റ് അതിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഈ ബാത്റൂമിൻ്റെ ഉള്ളിലും റൂമിൻ്റെ സ്കേട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയും ഈ ടൈൽസിൻ്റെ ഗ്യാപ്പ് കൂടിയൊക്കെ ഈ ഉറുമ്പ് മണ്ണിങ്ങനെ പുറത്തേക്ക് എടുക്കലും ഇതൊക്കെ അടിച്ച് വാരി നീറ്റാക്കാനൊക്കെ അതൊരു പണിയാണ്. ഇങ്ങനത്തെ ഈ ഒരു സംഭവം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ ഒരു ചെറിയ പണി
അങ്ങനെ കാണിക്കാന്നുള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയമോ ഈ വർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ വിളിക്കണം. കൂടുതൽ അഭിപ്രായങ്ങളും അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെച്ചാൽ പറയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ കൽപ്പണിക്കാരെയും തേപ്പണിക്കാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യും വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.